അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഖുർആനിലുള്ള രസകരമായ ഒരു കഥയാണ്. കുറച്ചു കാലം തിമിംഗലത്തിൻ്റെ വയറ്റിൽ കഴിയേണ്ടി വന്ന പ്രവാചകന്റെ കഥ. യൂനുസ് നബി അലൈഹിസ്സലാം ഒരു ചെറിയ കപ്പലിൽ യാത്രക്കാരോടൊപ്പം തൻ്റെ ഗ്രാമമായ നിനവയിൽ നിന്നും വളരെ അകലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ കപ്പൽ കാറ്റിനനുസരിച്ച് ശാന്തമായി ജലത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ കടൽ പെട്ടെന്ന് മാറി. ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് വീശി. കപ്പൽ പിളർന്നു പോകുന്നത് പോലെ തോന്നി. തിരമാലകൾ പർവ്വതങ്ങളുടെ ഉയരത്തിൽ ഉയർന്നു വന്നു. കപ്പൽ ആടി ഉലഞ്ഞു. കപ്പലിലുള്ള എല്ലാവരും ഭയന്നുപോയി. കപ്പലിൻ്റെ ഭാരം കുറക്കാനായി കപ്പലിലെ കപ്പിത്താൻ ആളുകളോട് വിളിച്ചു പറഞ്ഞു. ആദ്യം അവർ തങ്ങളുടെ കുറച്ച് സാധനങ്ങൾ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ അത് പോരായിരുന്നു. അവർ വീണ്ടും അവരുടെ മുഴുവൻ സാധനങ്ങളും കടലിലേക്ക് എറിഞ്ഞു. അവരുടെ സുരക്ഷയ്ക്കായി ഇനിയും ഭാരം കുറക്കണമെന്നായിരുന്നു. കപ്പലിൻ്റെ ഭാരം കുറക്കുന്നതിന് വേണ്ടി ഒരാളെ ഞെരുക്കെടുത്ത് കടലിലേക്ക് എറിയാൻ അവർ തീരുമാനിച്ചു. വലിയ കാറ്റിനെയും മറ്റും നേരിടുമ്പോൾ കപ്പൽ യാത്രക്കാർ പിന്തുടരുന്ന ഒരു രീതിയാണിത്. ഞെരുക്കെടുത്തപ്പോൾ അതിൽ യൂനുസ് എന്ന പേരെഴുതിയിരുന്നു. പ്രവാചകൻ അതിൽ ഏറ്റവും ആദരണീയനായ മനുഷ്യനായതുകൊണ്ട് അവർ അദ്ദേഹത്തെ കടലിൽ എറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടാമതും ഞെരുക്കെടുക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ തിമിംഗലം കപ്പലിൻ്റെ പിറകിലായി വെള്ളത്തിലൂടെ കപ്പലിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ അവർ ഞെരുക്കെടുത്തപ്പോൾ പ്രവാചകന്റെ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകന് ഒരു അന്തിമമായ അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. സംഭവിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ പങ്കുണ്ടെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അവസാന ഞെരുക്കെടുപ്പിലും പ്രവാചകന്റെ പേര് തന്നെ വന്നു. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. അദ്ദേഹത്തെ കടലിലേക്ക് എറിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ അവർക്കത് ചെയ്യേണ്ടി വന്നു. കപ്പലിൻ്റെ പിന്നാലെ വന്ന തിമിംഗലം കടലിൽ പൊങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കണ്ടു. ഒട്ടും സമയം കളയാതെ അത് പ്രവാചകനെ വിഴുങ്ങി. എന്നിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. പ്രവാചകൻ ആദ്യം കരുതിയത് താൻ മരിച്ചു എന്നാണ്. പക്ഷേ തനിക്ക് ചലിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അദ്ദേഹം മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അള്ളാഹുവേ, നീ അല്ലാതെ വേറെ ദൈവമില്ല. ഞാൻ അങ്ങയെ മാത്രം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ തെറ്റ് ചെയ്തു. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്നേക്കുമായി എന്നെ നഷ്ടപ്പെടും. പ്രവാചകൻ പ്രാർത്ഥന തുടർന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. പ്രവാചകൻ പ്രാർത്ഥന തുടർന്നു. അവസാനം സർവശക്തനായ അള്ളാഹു പ്രവാചകന്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം കണ്ടു. പ്രവാചകനെ രക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു തിമിംഗലത്തെ മുകളിലേക്ക് അയച്ചു. പ്രവാചകനെ കടൽ തീരത്തോട്ട് പുറന്തള്ളാൻ നിർദ്ദേശിച്ചു. തിമിംഗലം അതനുസരിച്ചു. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീന്തി വന്നു. എന്നിട്ട് പ്രവാചകനെ ഒരു വിദൂര ദ്വീപിൽ പുറത്താക്കി. തിമിംഗലത്തിൻ്റെ വയറ്റിലുള്ള ആസിഡ് കാരണം പ്രവാചകൻ ഇപ്പോൾ രോഗബാധിതനാണ്. അദ്ദേഹത്തിൻ്റെ തൊലിയെല്ലാം മുറിവായിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ അതിൻ്റെ കിരണങ്ങൾ തട്ടി അദ്ദേഹത്തിൻ്റെ ശരീരം പൊള്ളിപ്പോയി. പ്രവാചകൻ ഇപ്പോൾ വേദനയോടെ കരയുകയാണ്. എന്നാൽ അദ്ദേഹം കടുത്ത വേദനയിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തുടർന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിന് പിറകിലായി അള്ളാഹു ഒരു മരം വളർത്തി. ഈ മരം അദ്ദേഹത്തെ കഠിനമായ വെയിലിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകുകയും ചെയ്തു. ക്രമേണ അദ്ദേഹം തൻ്റെ ശക്തി വീണ്ടെടുക്കുകയും തൻ്റെ ജന്മനാടായ നിനവയിലേക്ക് തിരിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് സംഭവിച്ച മാറ്റം കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. നിനവയിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു.